എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. എല്ലാം മാറിമറിയാൻ ഒരൊറ്റ നിമിഷം മതിയല്ലേ? 2012 മാർച്ച് 10 ആ രാത്രി മലയാള സിനിമാ ലോകത്തിന് വെറുമൊരു നടൻ്റെ അഭിനയം മാത്രമല്ല പിന്നീട് അങ്ങോട്ട് നഷ്ടമായത്, മറിച്ച് അതിൻ്റെ ഹൃദയമിടിപ്പാണ് നിലച്ചുപോയത്. 1500-ലധികം സിനിമകളിൽ അഭിനയിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള നടനായിരുന്ന ജഗതി ശ്രീകുമാർ തൃശ്ശൂരിൽ നിന്ന് കർണാടകയിലെ കുടകിലേക്ക് ഒരു ഷൂട്ടിങ്ങിനായി പോവുകയായിരുന്നു. അർദ്ധരാത്രിയുടെ മലപ്പുറത്തെ തേഞ്ഞിപ്പാലത്തിനടുത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ കാറ് ഒരു അപകടകരമായിട്ടുള്ള വളവിൽ ആ ഒരു റോഡ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയാണ്. ആ ഒരു ആഘാതം അതിഭയങ്കരമായിരുന്നു. മലയാളത്തിന്റെ ഹാസ്യരാജാവ് തലയ്ക്കും നെഞ്ചിനും വയറിനും ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ, ഒട്ടേറെ ഒടിവുകളോടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയാണ്. ഏകദേശം ഒരു വർഷത്തോളം അദ്ദേഹം ആശുപത്രി കിടക്കയിലായിരുന്നു. ആദ്യം കോഴിക്കോട്ട് മിംസിലായിരുന്നു, പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് വെല്ലൂർ CMSലേക്ക് മാറ്റുകയാണ്. അദ്ദേഹം അതിജീവിക്കുകയാണ്. എൻ്റെ ചോദ്യം എന്തെന്നാൽ, സമാനമായിട്ടുള്ള ഒരു അപകടമോ അപ്രതീക്ഷിതമായ ഒരു അസുഖമോ നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ജീവിതം എത്രത്തോളം പ്രവചനാതീതമാണെന്നാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എവിടെ, എപ്പോൾ, എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. നിങ്ങളാണ് കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുള്ള ആളാണെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആളുകൾ പലപ്പോഴും സമ്പാദ്യത്തിലും നിക്ഷേപത്തിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ അടിയന്തര സാഹചര്യങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്യാൻ മടി കാണിക്കും. ഒരു അപ്രതീക്ഷിത സാഹചര്യമോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. 2020 കോവിഡ് മഹാമാരി മുതൽ 2008 സാമ്പത്തിക പ്രതിസന്ധി വരെ, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ കണ്ടതുപോലെ ഒരു റോഡ് അപകടം വരെ, എപ്പോഴും ഇതുപോലുള്ള പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഈ ഒരു ചോദ്യം സ്വയമായിട്ട് നിങ്ങളും ചോദിച്ചു നോക്കി, എന്നിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണം കേട്ടോ. അതായത്, നാളെ നിങ്ങൾക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടാകുകയാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ ഹോസ്പിറ്റൽ ബില്ലുകൾ അവിടെ വരികയാണ്. ആ ഒരു ബില്ലടയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ? മിക്ക വ്യക്തികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മിക്ക സാധാരണപ്പെട്ട കുടുംബങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതായിരിക്കും സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരമല്ലേ? ഒരു ഹോസ്പിറ്റൽ വിസിറ്റ്, അതൊരു അപകടമായാലും ഒരു ഓപ്പറേഷൻ ആയാലും പെട്ടെന്നുണ്ടാകുന്ന അസുഖമായാലും വർഷങ്ങളായിട്ട് നിങ്ങളുണ്ടാക്കിയ സമ്പാദ്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുകയാണ്, വാഷ് ഔട്ടാകുകയാണ്. ഇങ്ങനെയാണ് ഇന്ത്യയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഓരോ വർഷവും കടക്കണിയിലാകുന്നത്. അവർ അശ്രദ്ധരായതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്, മറിച്ച് അടിയന്തര സാഹചര്യങ്ങൾ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് വരുന്നത്. മെഡിക്കൽ എമർജൻസികൾ എന്നുള്ളത് അപൂർവമായിട്ടുള്ള ഒന്നല്ല, അത് ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ആശുപത്രിവാസമോ ശസ്ത്രക്രിയയോ ചിലവേറിയ ചികിത്സയോ ഒക്കെ വേണ്ടി വരാറുണ്ട്. ഇന്നത്തെ കാലത്തെ വെല്ലുവിളി അസുഖം മാത്രമല്ല, അതിൻ്റെ ഒപ്പം ചികിത്സാ ചെലവ് കൂടി ഉണ്ടല്ലേ. ഇന്ത്യയിലെ ആരോഗ്യ പരിചരണ ചെലവുകൾ വളരെ വേഗത്തിലാണ് ഉയരുന്നത്. മെഡിക്കൽ ഇൻഫ്ലേഷൻ, അതായത് ഈ ചികിത്സാ ചെലവിലുള്ള വർധനമുണ്ടല്ലോ, ഓരോ വർഷവും 12 മുതൽ 14% വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനർത്ഥം സാധാരണക്കാരന്റെ വരുമാനം കൂടുന്നതിനേക്കാൾ വേഗത്തിൽ ചികിത്സാ ചെലവുകൾ കൂടുന്നു എന്നുള്ളതാണ്. ഇന്ന് 5 ലക്ഷം രൂപ ചിലവുള്ള ഒരു ഓപ്പറേഷൻ ഇതേ വേഗത്തിൽ വിലക്കയറ്റം തുടർന്നാൽ ഭാവിയിൽ 10 ലക്ഷം രൂപ വരെ അയക്കാം. പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ICU ചാർജ് മാത്രം ഒരു ദിവസം 10,000-കണക്കിന് രൂപയാകാറുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള ഓപ്പറേഷനിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാകും. ക്യാൻസർ ചികിത്സയ്ക്ക് അതിന്റെ പ്ലാൻ അനുസരിച്ച് 10 ലക്ഷത്തിലധികം രൂപ ചിലവായേക്കാം. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ, ഒരു അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമാണ് ചികിത്സാ ചെലവുകൾ ഇത്രയേറെ ചെലവേറിയതാണെന്ന് നമ്മളിൽ പലരും തിരിച്ചറിയുന്നതല്ലേ. ആ നിമിഷം കുടുംബങ്ങളുടെ ഒരു തോട്ട് എന്താണ്? പണത്തെപ്പറ്റി എല്ലാവരും ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമാകും അവർക്ക് മുമ്പിലുള്ള ഏക വഴി എന്നുള്ളത്, ഏക ലക്ഷ്യമെന്നുള്ളത്. മെഡിക്കൽ എമർജൻസികൾ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുമ്പോൾ അടുത്ത ചിന്ത ഒരു ഇൻഷുറൻസ് എടുത്താലോ എന്നതാകുമല്ലേ. പക്ഷേ ഇവിടെയാണ് പലരും കുടുങ്ങിപ്പോകുന്നത്. ഇന്ന് ഓൺലൈനിൽ മാത്രം നമ്മൾ തിരിഞ്ഞാൽ 25-ലധികം ഇൻഷുറൻസ് കമ്പനികളും 100 കണക്കിന് പ്ലാനുകളും ഒക്കെ ഇന്ത്യയിൽ ലഭ്യമാണ്. ഓരോ പ്ലാനിലും വ്യത്യസ്തമായിട്ടുള്ള കവറേജ് ലിമിറ്റുകൾ, വെയിറ്റിംഗ് പീരീഡുകൾ, ഒഴിവാക്കലുകൾ, അതായത് എക്സ്ക്ലൂഷൻസ്, നിബന്ധനകൾ എന്നിവയൊക്കെ ഉണ്ടാവും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവ താരതമ്യം ചെയ്യുക എന്നത് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങാൻ പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഏത് പോളിസിയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാത്തതുകൊണ്ട് വർഷങ്ങളോളം ആ തീരുമാനം മാറ്റിവെക്കുകയാണ്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാൻ ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? എന്തൊക്കെ കാര്യങ്ങളാണ് പോളിസിയിൽ ഉൾപ്പെടുന്നത്, എന്തൊക്കെ എക്സ്ക്ലൂഷൻസ് ആണുള്ളത് എന്നൊക്കെ എങ്ങനെ പരിശോധിക്കും? ഇവിടെയാണ് ഡിറ്റോ ഇൻഷുറൻസ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സഹായിക്കുന്നത്. സെറോദയുടെ പിന്തുണയുള്ള കമ്പനിയായിട്ടുള്ള ഡിറ്റോ ഒരു പേഴ്സണൽ ഇൻഷുറൻസ് ഗൈഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും പോളിസികൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇൻഷുറൻസ് ലളിതമായിട്ടുള്ള ഭാഷയിൽ ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇവരുടെ ഉപദേശകർ ചെയ്യുന്നത്. വെയിറ്റിംഗ് പീരീഡ്, റൂം റെന്റ് നിയന്ത്രണങ്ങൾ, അതായത് ഒരു 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പല പോളിസിയിലും പല റൂം റെന്റ് ലിമിറ്റ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. നമ്മുടെ ഒരു സുഹൃത്തിനെ പറ്റിയൊരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുകയാണ്, പക്ഷേ റൂം റെന്റ് വളരെ കുറവായിരുന്നു. അതായത് ഒരു ദിവസം വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ ആ റൂം റെന്റിന് ആ ഒരു ഇൻഷുറൻസ് പോളിസി കൊടുക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ചാർജും, അതായത് റൂമിൽ നിന്ന് കംപ്ലീറ്റ് ചാർജും അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് അടക്കേണ്ടി വരികയാണ്. എന്തായാലും ഈ റൂം റെന്റ് നിയന്ത്രണങ്ങൾ, അതോടൊപ്പം ക്ലെയിം സെറ്റിൽമെന്റ് പ്രോസസ്സ്, എങ്ങനെയാണ് നമുക്ക് ഈ ക്ലെയിം നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുക എന്നിവയെല്ലാം, അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് A to Z കാര്യങ്ങളെല്ലാം തന്നെ അവർ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരുടെ സേവനം ലഭ്യമാക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടത് നമുക്ക് നഷ്ടമല്ലേ എന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ കൺസൾട്ടേഷൻ പൂർണ്ണമായിട്ടും സൗജന്യം എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. നിങ്ങൾക്ക് ഇവരുടെ അഡ്വൈസർമാരോട് സംസാരിക്കാം, എല്ലാ സംശയങ്ങളും ചോദിക്കാം. പോളിസി ഉടനെ വാങ്ങണമെന്ന് ഒരു സമ്മർദ്ദവും അവർ നിങ്ങളിൽ ചെലുത്തില്ല. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ
പ്രത്യേകത. പല മാർക്കറ്റിംഗ് ടീമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ, അത് നിങ്ങളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ബൈ ചെയ്യിക്കാൻ ശ്രമിക്കുമല്ലേ, അതൊന്നും ഇവിടെ ഉണ്ടാകില്ല. ഇനി ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ ആ ഒരു പ്രക്രിയയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനുള്ള പിന്തുണയും സപ്പോർട്ടും അവർ നൽകുന്നുണ്ട്. സാധാരണ ഏജന്റുമാരെ പോലെ അനാവശ്യ കോളുകൾ വിളിച്ച് അവർ നിങ്ങളെ ശല്യം ചെയ്യില്ല. നിങ്ങൾക്കിത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഡിറ്റോ ലിങ്ക് വഴി ഒരു ഫ്രീ കൺസൾട്ടേഷൻ, തികച്ചും സൗജന്യമായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇൻഷുറൻസിന്റെ കാര്യത്തിൽ വേഗത്തിലൊരു പോളിസി എടുക്കുക എന്നതല്ല പ്രധാനം, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സുരക്ഷ വാങ്ങുക എന്നതാണ് പ്രധാനം. നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇന്ന് കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രഹരങ്ങളിലൊന്നാണ് ചികിത്സാ ചെലവുകൾ എന്നുള്ളതല്ലേ. ഇന്നും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ചികിത്സാ ചെലവുകൾ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് നൽകുന്നത്. ഇതിനർത്ഥം ഒരു എമർജൻസി സിറ്റുവേഷനിൽ കുടുംബങ്ങൾ തങ്ങളുടെ തന്നെ സമ്പാദ്യത്തെയാണ് ആശ്രയിക്കുന്നത്. സമ്പാദ്യം തികയാതെ വരുമ്പോൾ അവർ പണം കടം വാങ്ങുകയാണ്. ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്ക് ലോൺ വഴി, അല്ലെങ്കിൽ സ്വർണ്ണ പണയം വെച്ച് 10-15 വർഷം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം, മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരുടെ വിരമിക്കൽ കാലത്തോ ഒക്കെ അതിനുവേണ്ടി കരുതി വെച്ച പണം ഒരു ചെറിയ ഹോസ്പിറ്റൽ ബിൽ കൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർന്നു പോവുകയാണ്. ഇന്ത്യയിലെ സാമ്പത്തിക ശീലങ്ങളിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ആളുകൾ സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ വളരെ അച്ചടക്കമുള്ളവരാണ്. ഭാവിയിലേക്ക് സ്വർണം വാങ്ങും, ഭൂമി വാങ്ങും, വീട് വയ്ക്കും, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലെയുള്ളവ മാറ്റിവെക്കും, സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊക്കെ കാണിക്കുന്നത് ദീർഘകാല ചിന്താഗതിയാണ്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ആരോഗ്യ ഇൻഷുറൻസ് എന്ന സുരക്ഷാ കവചത്തെയാണ് പലരും അവഗണിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമുണ്ടെങ്കിലും 1 രൂപയുടെ മെഡിക്കൽ കവറേജ് പോലും ഇല്ലാത്ത കുടുംബങ്ങൾ നമ്മൾക്കിടയിൽ അനേകമുണ്ട്. നമ്മൾ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ വീട്ടിൽ അലമാരിയിൽ അടച്ചുപൂട്ടി ഭദ്രമായിട്ട് വയ്ക്കും, അല്ലെങ്കിൽ ലോക്കറിൽ കൊണ്ട് വയ്ക്കും. പക്ഷേ മെഡിക്കൽ എമർജൻസികളിൽ നിന്ന് നമ്മളുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കാൻ നാം മറന്നു പോവുകയാണ്. ഒരു ലളിതമായ താരതമ്യത്തിലൂടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഒരേ വരുമാനമുള്ള, മക്കളുടെ ഭാവിക്കായിട്ട് ഒരുപാട് പണമൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ഒരേ സിറ്റി തന്നെയുള്ള 2 കുടുംബങ്ങൾ എടുക്കുക. ഒരു ദിവസം തന്നെ 2 കുടുംബങ്ങൾക്കും ഒരേപോലുള്ള ഒരു അടിയന്തര മെഡിക്കൽ സാഹചര്യം നേരിടേണ്ടി വരികയാണ്. ഉദാഹരണം, അവർ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ ആ ഒരു വാഹനം ആക്സിഡന്റ് ആയി എന്ന് കരുതുക. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയല്ല, നമ്മൾ വാർത്തയെ കാണുന്ന കാര്യമാണല്ലോ, അതിശയോക്തിയോ കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും ചികിത്സ കഴിഞ്ഞ് ഹോസ്പിറ്റൽ ബില്ല് വരുന്നത് 4.5 ലക്ഷം രൂപയാണ്. ആദ്യത്തെ കുടുംബത്തിനാണെങ്കിൽ ഇൻഷുറൻസ് ഇല്ല. അവർ ഉടനെ പരിഭ്രാന്തരാകുകയാണ്. ബന്ധുക്കളെ വിളിക്കുന്നു, സ്വർണം പണയം വയ്ക്കുന്നു, ഒരു പേഴ്സണൽ ലോൺ എടുക്കുകയാണ്. അടുത്ത കുറേ വർഷത്തേക്ക് അവർ കടം വീട്ടാനായിട്ട് കഷ്ടപ്പെടേണ്ടി വരികയാണ്. ഇനി രണ്ടാമത്തെ കുടുംബത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കൂ, അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് അവർ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ബില്ല് വരുമ്പോൾ അതിൻ്റെ വലിയൊരു ഭാഗവും ഇൻഷുറൻസ് കമ്പനിയാണ് നൽകുന്നത്. ഹോസ്പിറ്റലിലേക്ക് അടയ്ക്കുന്നതല്ലേ, അവരുടെ സമ്പാദ്യം സുരക്ഷിതമായിരിക്കുകയാണ്. ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ 2 പേർക്കും ഒരേപോലെയായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ആഘാതം 2 പേർക്കും 2 രീതിയിലായിരുന്നു. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ലളിതമായി പറഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആവുന്ന ആ ഒരു ആശുപത്രി വാസത്തിൻ്റെയും ചികിത്സയുടെയും ചെലവുകൾ കണ്ടെത്താൻ ഇൻഷുറൻസ് നമ്മളെ സഹായിക്കുകയാണ്. നിങ്ങളെടുത്ത പോളിസി അനുസരിച്ചുള്ള റൂം റെന്റ്, സർജറി, ICU ചെലവുകൾ, മരുന്നുകൾ, ടെസ്റ്റുകൾ എന്നിവയെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടാം. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുക്കുന്നതിന് പകരം ഇൻഷുറൻസ് കമ്പനിയാണ് ഇത് ഹോസ്പിറ്റലിൽ നൽകുന്നത്. ഇൻഷുറൻസിൽ നിന്ന് എന്ത് ലാഭം കിട്ടുമെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻഷുറൻസ് എന്നുള്ളത് നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഒന്നല്ല. ഇത് പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ്. മറിച്ച് അത് നമ്മളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തെയാണ് സംരക്ഷിക്കുന്നത്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയുടെ അടിത്തറയാണ്. ആളുകൾ വർഷങ്ങളോളം ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുകയാണല്ലേ. പക്ഷേ ഒരു ചെറിയ ഹോസ്പിറ്റൽ ബില്ലോ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തമോ വന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സമ്പത്ത് മൊത്തം തകർന്നു പോയേക്കാം. ഇൻഷുറൻസ് നിങ്ങളെ സമ്പന്നനാക്കില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ പടുത്തുയർത്തിയതൊന്നും തകർന്നു പോകാതെ അത് തടയും. ഇൻഷുറൻസ് കൊണ്ട് എല്ലാം ആകുമോ എന്ന് ചോദിക്കുന്ന ചിലരുണ്ടല്ലേ, അവരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായി സുരക്ഷിതമാണോ എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് ഡിറ്റോ ഇൻഷുറൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്കൊരു ഫ്രീ കൺസൾട്ടേഷൻ, തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.